ഹായ് വെൽക്കം വരുവാൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. കാര്യം എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഞാൻ 2 ചാർട്ട് അനാലിസിസ് ആണ് ഞാൻ ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇടുന്നത്. അപ്പം കാരണം നിങ്ങൾക്ക് 2 അവസരങ്ങൾ കിട്ടും. 2 അവസരങ്ങൾ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? ഒന്ന്, നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും വീഡിയോ കാണുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു കുറച്ചുകൂടെ വ്യൂ ഒക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒരു അവസരം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാര്യം നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം കാര്യം ഇത്രയും നല്ലൊരു അവസരം ഷെയർ മാർക്കറ്റ് നമുക്ക് തരുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോഴും ഒരു എൻട്രി എടുക്കുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത് നമ്മുടെ പ്രൈസ് ആക്ഷന് അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യൂവിന് ഓപ്പോസിറ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ ഒരു ക്യാപിറ്റൽ സേവ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഇനിയും ഞാൻ പറയും. കാര്യം വേറൊന്നുമല്ല, എനിക്ക് ഒരുപാട് ചാർട്ടിൽ പണ്ടൊക്കെ ഞാൻ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് ചെറിയ നഷ്ടങ്ങൾ വരേണ്ടിടത്ത് ഞാൻ വലിയ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഒരിക്കലും വരാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇവിടെ നമ്മളൊരു ചാനൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചാർട്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കാറുണ്ടല്ലോ. പ്രൈസ് ആക്ഷൻ ബ്രേക്ക് ചെയ്ത് നമ്മൾ നോക്കാൻ നേരത്ത് അല്ലെങ്കിൽ ചാർട്ട് ബ്രേക്ക് ചെയ്ത് നോക്കാം. 2000 ജൂലൈയിൽ തുടങ്ങിയേക്കുന്നൊരു ഒരു ചാർട്ടാണത്. അപ്പം നമുക്കൊരു ചെറിയൊരു സൈഡ് വേസും ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് താണ്ട് ഇവിടെ നിന്ന് വരച്ചൊക്കെ നോക്കാൻ നേരത്ത് നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സ്വിംഗ് ലോയിലൊക്കെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ കയറിയിരുന്നെങ്കിൽ നമ്മളൊരു കേസ് സ്റ്റഡി പോലെ ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം അത് നിങ്ങൾക്ക് ഇതുപോലത്തെ അവസരങ്ങൾ വേറെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും ഒരു പെർസെൻറ്റ് എടുത്തിട്ട് 800% എടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിനോടകം തന്നെ നമുക്ക് ഈ ഒരു ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെയൊക്കെ പല ബ്രേക്കൗട്ടുകളൊക്കെ നമുക്കത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്കിവിടെ വേറെ എൻട്രി നമുക്ക് ഈ ഒരു ഏരിയയിൽ എടുക്കാമായിരുന്നു. പക്ഷേ പുതിയ എൻട്രികളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് തൊട്ടടുത്തുള്ളൊരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചാനൽ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ചാനൽ ഫോം ആയിട്ടുണ്ടെന്ന് മാത്രമല്ല, അതുകൊണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. റെസിസ്റ്റൻസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കളഞ്ഞേക്കാം. ഇതൊന്നും ജസ്റ്റ് ഇപ്പം നോക്കണ്ട, സിമ്പിളായിട്ട് തന്നെ ചാർട്ട് വെക്കുക. ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ഒരു ഏരിയയിലാണ് റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. അപ്പം അത് നമ്മുടെ വ്യൂവിനനുസരിച്ച് കൃത്യമായിട്ട് പോയാൽ പ്രോപ്പറായിട്ടൊരു നല്ലൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല, ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു റെസിസ്റ്റൻസും അത് ചെറിയൊരു ബ്രേക്കിംഗ് നടന്നിട്ടുണ്ട്. നമ്മളിപ്പം ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോകാൻ നേരത്ത് നമുക്കിവിടെ ഒരു സപ്പോർട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോട്ടെ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാം. ആവശ്യമില്ലാത്തതല്ല, അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളൊരു പ്രൈസ് ആക്ഷൻ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു റീടെസ്റ്റ് ഒക്കെ തരുവാണെങ്കിൽ ഒന്നുകൂടെ നമുക്കൊരു ബ്രേക്കൗട്ട് കൺഫേം ചെയ്യാം. പിന്നെ ഒരു മൂവ്മെൻറ്റ് ഒരുപാട് മുകളിലോട്ടാണ്, അവിടെയാണ് പിന്നെ ഒരു റെസിസ്റ്റൻസ് നമ്മളത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കുക. പിന്നെ താഴേന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പേടിക്കുക വേണ്ട. കാര്യം വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ ഈ ഒരു ചാനലിനകത്തുള്ളൊരു മൂവ്മെൻറ്റാണ് പിന്നെ തരാൻ ചാൻസ്. പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ പ്രൈസ് ആക്ഷൻ മൊത്തം മാറും. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഈ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു അവസരത്തിൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പം ഒറ്റ ഷോട്ടിൽ നിന്ന് അവിടെ പോകത്തില്ല. കാരണം ഒരു വീക്കിലി ടൈം ഫ്രെയിം നമുക്കൊരു വീക്കിലി തന്നെ എടുക്കാം. അതാകുമ്പം ഒന്നുകൂടെ ചെറുതായിട്ട് നമുക്കത് കാണാം. അപ്പം നമുക്ക് ഈ ഒരു ചാനലിനകത്ത് തന്നെയുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എടുക്കാം. ബ്രേക്ക് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ മുകളിലോട്ട് പോകും. പിന്നെ നമ്മളിപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. അപ്പം ഈ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടാർഗറ്റ് എത്തി നിങ്ങൾക്ക് വേണം എക്സിറ്റ് അടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് പതുക്കെ കയറ്റി കൊണ്ടുവരാം. പിന്നെ ഒരിക്കലും ഒറ്റ ഷോട്ട് നേരെ വടി പോലെ മുകളിലോട്ട് പോകണമെന്നില്ല. ഇപ്പം ചെറിയായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ പോയി ചെറിയ റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ അത് ബ്രേക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങളുടെ എൻട്രി എടുത്ത ചാർട്ട് എപ്പോഴും നിങ്ങളൊരു കൺമുന്നിൽ തന്നെ വെക്കുക. കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാർട്ട് അനാലിസിസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു താഴത്തെ ഏരിയ വാങ്ങിച്ചവരൊന്നും പേടിച്ച് വിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അവസരമാണ്. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് വരച്ച് നോക്കുമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പറയുന്ന വേറൊന്നുമല്ല, ഒരുപാട് സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ചാർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മൈൻടെക്കിൻ്റെ ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം മൈൻടെക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഇപ്പം ഈ ഒരു ചാർട്ട് സ്റ്റാർട്ട് ആയേക്കുന്നതാണ്ട് ഇവിടെ ഒരു
2016 സ്റ്റാർട്ട് ആയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഡൗൺ മൂവ്മെൻറ്റ്, ഇവിടെ ഒരു ചെറിയൊരു അപ്പ്, ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ലവ് ചിഹ്നമൊന്നും വരച്ചതല്ല, അത് ചുമ്മാ ജസ്റ്റ് അത് വരച്ച. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കാണാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണാം. നമ്മളത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടി തന്നെ. അപ്പം പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ഉണ്ട്. ഓൾ ടൈം ഹൈ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാണാം. ഓൾ ടൈം ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ചാർട്ട് ഏറ്റവും കൂടുതൽ മുകളിലോട്ട് പോയേക്കുന്ന ആ ഒരു അവസരം, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് പോയിൻറ്റ്. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഏരിയ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ പലതവണ നമ്മൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ചാനലിനകത്തൂടെ തന്നെയുള്ളൊരു മൂവ്മെൻറ്റാണ് തന്നേക്കുന്നത്. ഇങ്ങനൊരു മൂവ്മെൻറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഓൾറെഡി അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ നോക്കാൻ നേരത്ത് ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് പോലെ ഇവിടെ ചെറിയ വിക്കുകൾ നമുക്ക് കാണാം. അപ്പം ഈ ഒരു ഏരിയ വളരെ ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. പല ചാർട്ടുകളും ബ്രേക്ക് ഔട്ടൊക്കെ ആകാൻ നേരത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കാറുള്ളത്. പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയ വേണമെങ്കിൽ ഒന്ന് മുകളിലോട്ട് പോകുന്നിടം വരെ വേണം വെയിറ്റ് ചെയ്യാം. അല്ലാതെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ ചെറിയൊരു സ്റ്റോപ്പ് ലോസിലോട്ട് തന്നെ കയറാം. അപ്പം ഞാൻ ഇന്നത്തെ പൊസിഷനൊന്നും എടുത്തിട്ടൊന്നുമില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഷെയർ കയറാൻ വേണ്ടിയിട്ടുള്ള പൈസ എൻ്റെ കയ്യിൽ റിസർവ് ആയിട്ടില്ല. ഞാനല്ലാതെ കോടികൾ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകട്ടെ. അപ്പോൾ പഠിക്കുന്ന അറിവെന്ന് പറഞ്ഞൊരു കാര്യം ഷെയർ ചെയ്യുന്നതോടുകൂടാണ് വളരുന്നതെന്നുള്ള കാര്യം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഒരിക്കലും ചാടി കയറി ഇപ്പം ഷെയറിൽ കയറിയിട്ട് നഷ്ടം ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു പ്രോപ്പർ വ്യൂവിനനുസരിച്ച് കിട്ടുവാണെങ്കിൽ മാത്രം കയറുക. അപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നല്ലൊരു മൂവ്മെൻറ്റ് പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് നമുക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് മൊത്തം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടാർഗറ്റ്, നിങ്ങളുടെ വെക്കുന്നൊരു ടാർഗറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കിട്ടുന്നിടം വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് നമ്മൾ മുമ്പത്തെ ചാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നല്ല ഈ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് തരാനുള്ളൊരു ചാൻസ്. പിന്നെ താഴേന്ന് മേടിച്ചിട്ടുള്ളൊരു പേടിക്കേണ്ട. നമ്മൾ റെഡ് കളറിൽ വരച്ചേക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രം ഒന്ന് അലേർട്ടാകുക. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് പിന്നെ താഴോട്ടായിരിക്കും ചിലപ്പോൾ പോകാൻ ചാൻസ്. ഓക്കെ, അപ്പം ഇത് കുഴപ്പമില്ലാത്തൊരു ചാർട്ടാണ് നിലവിൽ കണ്ടിട്ട്. അപ്പം ഒരു അത്യാവശ്യം പൊട്ടൻഷ്യലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു ഏരിയ വന്നാൽ ഒറ്റ ഷോട്ട്, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു ഒറ്റ ഷോട്ട് മുകളിലോട്ട് പോകണമെന്നില്ല. ചെറിയ രീതിയിലൊരു സൈഡ് വേസ് ഒക്കെ എടുത്ത് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ പോകാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് കൃത്യം വ്യൂവിൽ നമ്മുടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം മാർക്കറ്റ് കണ്ടീഷനൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ കിടലിനായിട്ട് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഡെയിലി നോക്കുവാണെന്നുണ്ടെങ്കിലും ഒരു ഓക്കെയാണ്. അവിടെ ഒരു റെസിസ്റ്റൻസ് ചെറിയ രീതിയിൽ എടുത്തേക്കുന്നുണ്ട്. നമ്മളത് വീക്കിലി എടുത്തൊരു കാര്യം തന്നെ. അപ്പം ഇതൊന്ന് ബ്രേക്ക് ആകുവാണെന്നല്ല, ആകാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ മുതലാക്കുക. എന്ന് വെച്ചിട്ട് ചാടിക്കയറാനല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ വ്യൂവിനനുസരിച്ചിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം ഒരു ഏകദേശം ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എങ്ങനെ വെക്കണമെന്നുള്ള കാര്യം നമുക്ക് ഒന്നുകിൽ ഈ ഒരു ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വെക്കാം. അപ്പം നിങ്ങളുടെ ഒരു റിസ്ക് ലെവലിനനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം കയറുക. അല്ലാതെ നമ്മൾ ഒരിക്കലും തോന്നുമ്പോഴേക്ക് കയറരുത്. കാരണം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വന്നേക്കുന്നൊരു നഷ്ടം മുമ്പ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടവും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസിലും പുതിയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാനിങ്ങനെ വെക്കാം. അപ്പം മറക്കാതിരിക്കുക, നമ്മളിന്ന് ചെയ്തേക്കുന്ന 2 ചാർട്ടുകൾ, ഒന്ന് മൈൻടെക്കും ഒന്ന് വെൽസ്പൺ കോർപ്പുമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ചാർട്ടൊക്കെ നിങ്ങളൊന്ന് വരച്ച് നോക്കുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ പൈസ ഇല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്ന ഒരുപാട് നല്ല നല്ല ആൾക്കാർ കാണും, അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് താല്പര്യമുള്ളവർ കാണും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിലൊന്ന് ആഡ് ചെയ്തിടുക, വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം പിന്നെ നാളെ നിങ്ങളുടെ ഒരു പൈസയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ട്രേഡ് ചെയ്ത് തുടങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഞാനത് ഉറപ്പ് തരുന്നു. അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോയ്ക്കകത്ത് ഇപ്പം മൈൻടെക്കിൻ്റെ ചാർട്ട് ഇങ്ങനെ ഈ ഒരു രീതി നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന വെൽസ്പൺ അതിൻ്റെ ചാർട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്കത് കാണാം. അപ്പം എല്ലാം ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു എൻട്രി കിട്ടിയാൽ നിങ്ങൾ കയറുക, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വീഡിയോ തന്നെ. അപ്പം മറ്റൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് കാണാം. ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടതിന് വളരെ സന്തോഷം. ഇതൊരു 10 മിനിറ്റോളം എടുത്തൊരു വീഡിയോ ആണ്. ഞാനപ്പം ഈ ഒരു വീഡിയോയോട് നിർത്തുന്നു. ഒരുപാട് ഞാൻ പറഞ്ഞു പോകുന്നില്ല, ഇപ്പം തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.